वृषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരലക്ഷണം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. പര എന്ന് വെച്ചാൽ തുര്യാതീതമായ തലത്തിലെത്തി നിൽക്കുന്ന അവസ്ഥ. പര എന്നും അപര എന്നും രണ്ടായിട്ട് ഭാരതീയ തത്വശാസ്ത്രത്തിൽ വിഭജനമുണ്ട്. അപര ഭൗതികവുമായിട്ടുള്ള തലമാണെങ്കിൽ പര തികച്ചും ആത്മീയമായ ചിദാകാശാത്മകമായ തലമാണ്. അത് തുര്യാതീതമായ തലത്തെ വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി തലങ്ങൾക്കുമപ്പുറം തുരീയ തലത്തിനുമപ്പുറം തുര്യാതീതമായ തലം, അതിനെ ശൈവസിദ്ധാന്തം വിളിക്കുന്നത് തുരീയം എന്നാണ്. ഏറ്റവും ഉന്നതമായ ജീവൻ മുക്താവസ്ഥ, അതാണ് തുരീയ അതീതം. അതായത് പര എന്ന് പറയുന്ന ആ തുരീയത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്ക് വിശദമാക്കി തരുന്നത്. പരലക്ഷണം എന്തൊക്കെയാണ് എന്ന് തിരുമൂലദേവൻ നമുക്ക് വിവരിച്ച് തരുന്നു. ഈ വിവരണമനുസരിച്ച് ഒരു ജീവൻ മുക്തനെ കണ്ടെത്താൻ നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ ലക്ഷണങ്ങളും ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് തിരുമൂലദേവൻ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നന്ദിയും തുര്യാതീതാവസ്ഥയിൽ നിറഞ്ഞിരിക്കും, ദേഹമാനത്താൽ താണജീവൻ തുടിച്ചെണീൽക്കും, തന്നെ മുൻമറച്ചിരുന്നൊരജ്ഞാനം അറിവായി മാറും, ഇരുളാകുന്ന ആത്മാവ് ശിവത്തിനെ പ്രാപിക്കും. ആദി അന്തങ്ങളറ്റ ജ്യോതിസ്വരൂപൻ ദേവൻ, പൊല്ലാത്തവർക്ക് അദൃശ്യൻ, നല്ലോർക്ക് ദൃശ്യനത്രേ. ആകയാൽ ഏതിടത്തും മധ്യവർത്തിയായി നിന്ന് ലോകർക്ക് നീതി ചെയ്യും ധർമ്മസ്വരൂപനായ ദേവൻ. അങ്ങനെ ധർമ്മസ്വരൂപനായ ശിവഭഗവാനെ കുറിച്ചിട്ട്, ശിവഭഗവാന്റെ ആ തുരീയാതീതമായ നിലയെക്കുറിച്ചിട്ടാണ്, തുരീയമെന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത് ഏതൊരു സാധകനും പ്രാപിക്കാവുന്ന ശിവയോഗ സ്ഥാനമത്രേ തുര്യാതീതം അഥവാ തുരീയം. നോക്കൂ, അതിൻ്റെ അർത്ഥം നന്ദിയും തുര്യാത്മ അവസ്ഥയിൽ നിറഞ്ഞിരിക്കും. നന്ദിദേവൻ, ഇവിടെ നന്ദിദേവൻ എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ ഏതൊരു സാധകൻ്റെയും തുര്യാതീതമായ അവസ്ഥയിൽ നിറഞ്ഞിരിക്കും, അവനിൽ നിറഞ്ഞിരിക്കും. അവൻ ശിവനായി തന്നെ, നന്ദിയായി തന്നെ പരിണമിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു സാധകൻ തൻ്റെ സാധനയുടെ ഏറ്റവും അവസാനത്തെ തലത്തിലെത്തിച്ചേരുമ്പോൾ, അതായത് തുര്യാതീതമായ തലത്തിലെത്തിച്ചേരുമ്പോൾ ശിവൻ അവനിൽ നിറഞ്ഞിരിക്കും. അവൻ തന്നെ, സാധകൻ തന്നെ ശിവനായിട്ട് മാറുന്ന അവസ്ഥ. ആ സാധകൻ്റെ ഉള്ളത്തിലും ശരീരത്തിൻ്റെ അടിമുടി ശിവൻ നിറഞ്ഞിരിക്കും. അതോടെ ദേഹമാനത്തിൽ താണജീവൻ തുടിച്ചെഴുന്നേൽക്കും. ശിവൻ വന്നിരിക്കുമ്പോൾ ദേഹമാനം പൂർണ്ണമായി നശിക്കുകയും താൻ ശിവനാണ്, ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. തന്നെ മുൻമറച്ചിരുന്ന അജ്ഞാനം മാറും, എന്നിട്ട് അത് അറിവ് പ്രകാശിക്കും. അപ്പോൾ ശിവൻ തന്നെ അജ്ഞാനത്തെ മുഴുവനും, അതായത് 3 മലങ്ങളെയും, ആണവം കർമ്മം മായ 3 മലങ്ങളെയും ഛേദിച്ച് കളഞ്ഞ് അവിടെ ശിവജ്ഞാനമാകുന്ന അറിവ്, ശിവൻ തന്നെയാകുന്ന അറിവ് ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കും. പിന്നെയോ ഇരുളാകും ആത്മാവ് ശിവത്തിനെ പ്രാപിച്ചിടും, ജീവാത്മാവ് ശിവനെ പ്രാപിക്കും.
അതായത് തുര്യാതീതമായ തലത്തിൽ എത്തിച്ചേരുമ്പോൾ ശിവൻ തന്നെയായിട്ട് ആ സാധകൻ മാറുകയും അയാളുടെ ജീവാത്മാവ് ശിവാത്മാവായിട്ട് മാറുകയും ചെയ്യും. ആദിയന്ത്യങ്ങൾ അറ്റ ജ്യോതിസ്വരൂപൻ ദേവൻ, ആദിയും അന്തവും മധ്യവും ഒന്നുമില്ലാത്ത അനന്തമജ്ഞാതമവർണ്ണനീയമായ ജ്യോതിസ്വരൂപനാണ്. 1000 കോടി സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്ന ജ്യോതിസ്വരൂപനാണ് എൻ്റെ ദേവൻ ശിവൻ. പൊല്ലാത്തവർക്ക് അദൃശ്യൻ, നല്ലോർക്ക് ദൃശ്യൻ. പൊല്ലാത്തവർക്ക്, ദുഷ്ടജനങ്ങൾക്ക്, അധർമ്മചാരികൾക്ക് ഒരിക്കലും ശിവനെ കാണാൻ കഴിയില്ല. അദൃശ്യനാണ് ശിവൻ. എന്നാൽ നന്മ നിറഞ്ഞ ഹൃദയമുള്ളവർക്ക് ശിവൻ ദൃശ്യനത്രേ, എപ്പോഴും കാണാൻ പറ്റും. അവരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെടും. ആകയാൽ ഏതിടത്തും മധ്യവർത്തിയായി നിന്ന് ലോകർക്ക് നീതി ചെയ്യും ധർമ്മസ്വരൂപൻ ദേവൻ. അപ്പോൾ ലോകർക്ക് നീതി ചെയ്യുന്ന ധർമ്മസ്വരൂപനാണ് ശിവൻ. അപ്പോൾ എവിടെ അനീതിയുണ്ടോ ഈ അനീതിയെ മുഴുവനും നശിപ്പിക്കുന്ന ആ ആത്മാവാണ് ശിവൻ. അതായത് ശരിക്കും സംഹാരകർത്താവായ ശിവനെയാണ് നാം ഇവിടെ കാണുന്നത്. രുദ്രഭഗവാനെ, മഹാരുദ്രഭഗവാനെയാണ് നാം ഇവിടെ കാണുന്നത്. എന്തിനെതിരെ? ദുഷ്ടശക്തികൾക്കെതിരെ സംഹാരശക്തി പ്രയോഗിക്കുന്ന മഹാരുദ്രനായ ശിവൻ. പിന്നെയോ ധർമ്മസ്വരൂപൻ, എന്നിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ എപ്പോഴൊക്കെ അധർമ്മമുണ്ടാകുന്നോ ആ അധർമ്മത്തെ മുഴുവനും നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുന്ന ദേവനാണ് ശിവൻ. അപ്പോൾ ഇവിടെ ധർമ്മസ്വരൂപനായ അധർമ്മങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന സംഹാരരുദ്രനായ സൃഷ്ടിസ്ഥിതികളെ പാലിക്കുന്ന ആ മഹാരുദ്ര ഭഗവാനെയാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ രുദ്രഭഗവാൻ, ഈ കാലഭൈരവൻ നമ്മുടെ ഹൃദയത്തിൽ തുര്യാതീതമായ തലത്തിൽ വന്ന് നിൽക്കുന്ന നന്ദീശ്വരനത്രേ. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ നമുക്കായിട്ട് ഈ പരലക്ഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു തരുന്നത്. ശരിക്കും ഇത് ഒരു സാധകന് നൽകുന്ന ഒരു നിർദ്ദേശം കൂടിയാണ്. ശിവസാധകനായ ഒരു വ്യക്തിക്ക് നൽകുന്ന നിർദ്ദേശം കൂടിയാണ് ഇവിടെ തിരുമൂലദേവൻ ഈ പദ്യങ്ങളിൽ ആവിഷ്കരിക്കുന്നത്. അതായത് ഒരു സാധകൻ അനേകം യോഗഭൂമികളിലൂടെ സാധനാവേളയിൽ കടന്നു പോകേണ്ടി വരുന്നു. അപ്പോൾ സാധന ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. അത് ചിലർക്കങ്ങനെ സംഭവിക്കാം. പക്ഷേ സാധാരണ സാധകന്മാർക്ക്, കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുന്ന സാധകന്മാർക്ക് നിരന്തരമായ സാധന ചെയ്യേണ്ടി വരുന്നു. ഈ സാധനയിൽ പല പല തലങ്ങളിലൂടെ ആ സാധകൻ കടന്നു പോകുന്നു. ആ സാധനയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന യോഗഭൂമികളെക്കുറിച്ചിട്ട് മനു വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. നോക്കൂ, 7 ഭൂമികകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് മനു പറയുന്നത്. ശാസ്ത്ര ചർച്ചയിലൂടെയും സജ്ജന സമ്പർക്കത്തിലൂടെയും ആരംഭത്തിൽ സത്യോന്മുഖമായ അറിവ് നാം സാധകൻ വർദ്ധിപ്പിക്കണം. ആ സത്യജിജ്ഞാസു ആദ്യം എത്തി നിൽക്കുന്ന ഭൂമിക ഇതാണ്. ഈ ഭൂമികയ്ക്ക് ശുഭേച്ഛ എന്ന് പേരിടാം. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ശുഭേച്ഛ. പിന്നെ വിചാരണയാണ് രണ്ടാമത്തെ ഭൂമിക അഥവാ ഘട്ടം. മൂന്നാമത് അസംഗഭാവന, നാലാമത് വിലാപിനി. പിന്നെ വാസന വിലയിക്കുന്ന ഇടമാണ് ഈ വിലാപിനി എന്ന് പറയുന്ന ഭാഗം. പിന്നെ ശുദ്ധ ബോധാനന്ദാനുഭവമാണ് അഞ്ചാമത്തേത്. പകുതി സുഷുപ്തിയിലെന്ന പോലെ ജീവൻ മുക്തൻ ഇവിടെ വർത്തിക്കുന്നു. അപ്പോൾ ജീവൻ മുക്തിയുടെ ആരംഭം ഇവിടെ ആരംഭിക്കുന്നു. അയാൾ പകുതി സുഷുപ്തിയിലായിരിക്കും. സത്താപത്തി എന്നാണ് ഭൂമികയുടെ പേര്. പിന്നെ അസംവേദന രൂപമാണ് ആറാമത്തെ ഭൂമിക.
പദാർത്ഥഭാവന എന്നും ഇതിന് പേരുണ്ട്. സുഷുപ്തിക്ക് തുല്യമായ ഈ ഭൂമിയിൽ കട്ടിപിടിച്ച ആനന്ദാനുഭവമാണുള്ളത്. തുര്യമാണ് 7ാമത്തെ ഭൂമിക. എല്ലാം ഉപശമിക്കുന്ന മുക്തിസ്ഥാനമാണിത്. ഭൂമികൾക്ക് പേരുകളിൽ അല്പാൽപ്പമൊക്കെ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ഇതാണ് യോഗഭൂമികളുടെ നില. അത് കഴിഞ്ഞിട്ടാണ് തുര്യാതീതമായ തുരീയം എന്ന് ശൈവസിദ്ധാന്തം പറയുന്ന ആ 8ാമത്തെ അവസ്ഥ. ഇതൊക്കെ ഏറ്റവും ഉച്ചകോടിയാണ് തുര്യാതീതം എന്ന അവസ്ഥ. അത് ശിവസ്വരൂപം തന്നെയാണ്, തന്നെയാണ്, അതായത് നന്ദീശ്വരനെയാണ് ഇവിടെ തുര്യാതീതമായ തലം എന്ന് പറയുന്നത്. അതോടെ ഒരു മനുഷ്യൻ സാക്ഷാൽ ശിവനായിത്തീരുന്നു. അപ്പോൾ ജീവൻ മുക്തൻ സാക്ഷാൽ ശിവനായി പരിണമിക്കുന്നു. അപ്പോൾ ജീവൻ മുക്തനാകുന്നതാണ് തുരീയ തലം. അതും കഴിഞ്ഞിട്ട് തുര്യാതീതമായ തലത്തിലെത്തുമ്പോൾ ഈ ജീവൻ മുക്തൻ ശിവ സായുജ്യത്തിൽ എത്തിച്ചേരുന്നു. അതാണ് തുരീയം എന്ന അവസ്ഥ. ഇത് ശിവോഹം എന്ന സാധന ചെയ്യുന്നവർക്ക് അനുഭവപ്പെടുന്ന അവസാനത്തെ മുക്തി മണ്ഡലമാണ്. ഈ യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ ജ്ഞാനിയുടെ, അതായത് ജ്ഞാനിയായ ഒരു ജീവൻ മുക്തൻ്റെ അവസ്ഥയെപ്പറ്റി രാമന് വസിഷ്ഠ ഭഗവാൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കൂ, യോഗവാസിഷ്ഠത്തിലെ കുറച്ച് ഭാഗങ്ങൾ. ജ്ഞാനിക്ക് അതിശയകരമായ ഒരു പ്രത്യേക ബുദ്ധി രൂപം കൊള്ളുന്നു. അദ്ദേഹം നിത്യതൃപ്തനായി പ്രശാന്തചിത്തനായി തന്നിൽ തന്നെ നിലകൊള്ളുന്നു. ആകാശഗമനം തുടങ്ങിയ സിദ്ധികൾ മന്ത്രസിദ്ധന്മാർ, തപസിദ്ധന്മാർ, തന്ത്രസിദ്ധന്മാർ എന്നിവർക്കൊക്കെ നേടാവുന്നതാണ് ഈ സ്ഥാനം. ഇതിൽ അപൂർവതയൊന്നുമില്ല. അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികളും മിക്കവാറും അത്തരക്കാർക്ക് ലഭിക്കുന്നു. ഇതൊക്കെ യജ്ഞം ചെയ്തുകൊണ്ട് ആർക്കും നേടാവുന്നതാണ്. ജ്ഞാനം കൊണ്ട് നേടേണ്ടത് ആത്മദർശനമാണ്. അപ്പോൾ ജ്ഞാനം കൊണ്ട് മാത്രമേ ആത്മദർശനം നേടാൻ കഴിയുള്ളൂ. അവരാണ് ജ്ഞാനികളായ ജീവൻ മുക്തന്മാർ. ഏതെങ്കിലും ആഗ്രഹം വച്ച് പുലർത്തുന്നവർ മന്ദബുദ്ധികളാണ്. നിർമ്മലമായ ജ്ഞാനികളുടെ മനസ്സിൽ ഒന്നിലും ആഗ്രഹമുദിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അപൂർവത. മനസ്സ് ഉപശമിച്ച് ചിരകാലമായുണ്ടായ സംസാരഭ്രമം ഒഴിഞ്ഞുപോയ ജ്ഞാനിയുടെ അപൂർവ അതിശയമെന്താണെന്നോ പറയാം. അദ്ദേഹത്തിന് കാമം, കോപം, വിഷാദം, മോഹം, ലോഭം തുടങ്ങിയ ആപത്തുകൾ അനുദിനം കുറഞ്ഞു വന്ന് ഒടുവിൽ നിശേഷമില്ലാത്ത ആ ജീവൻ മുക്താവസ്ഥയിലെ സ്ഥിതപ്രജ്ഞാവസ്ഥയിൽ എത്തിച്ചേരും. കാളിദാസൻ ശിവനെ ഒരു കാവ്യത്തിൽ വർണ്ണിക്കുന്നത് കാറ്റിൽപ്പെടാ ദീപം പോലെ ഇരിക്കുന്ന ഭഗവാൻ എന്നാണ്. കാറ്റില്ലാത്ത സ്ഥലത്ത് ഒരു ദീപം എങ്ങനെ നിറഞ്ഞ് കത്തുന്നുവോ അതേപോലെയാണ് ശിവൻ ജ്യോതിസ്വരൂപനായി പ്രകാശിക്കുന്നത് എന്നാണ് കാളിദാസൻ ഈ രംഗം വിവരിക്കുന്നത്. അപ്പം ജ്ഞാനസ്വരൂപനായ ജീവൻ മുക്തനായ ഒരു സാധകൻ്റെ അവസാനത്തെ ഭാഗങ്ങളായ ജ്ഞാനാവസ്ഥ, ജ്ഞാനം നേടി ജ്ഞാനിയായി മാറി ജീവൻ മുക്തനായിത്തീരുന്ന സ്ഥിതപ്രജ്ഞനായിത്തീരുന്ന അവസ്ഥ. ഇങ്ങനെയുള്ളവർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. പക്ഷേ അത് കാണണമെങ്കിൽ, അവരുടെ അടുത്ത് ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശിവകൃപ ആവശ്യമാണ്. ശിവകൃപ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ജീവൻ മുക്തനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ ശിവകൃപ ഉള്ള ഒരാൾക്ക് ഇതേപോലുള്ള ജീവൻ മുക്ത അവസ്ഥയിൽ, സ്ഥിതപ്രജ്ഞാവസ്ഥയിലിരിക്കുന്ന യോഗിവര്യന്മാരെ ദർശിക്കാനും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനൊക്കെ കഴിയും. ഈ പറയുന്ന എനിക്ക് ഈ മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞനായ ജ്ഞാനസ്വരൂപനായ ഒരാചാര്യനെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഭൗതിക ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാം. സാധാരണ ഒരു മനുഷ്യൻ
ഭാഗവത സപ്താഹം നടത്തുന്ന ഒരു ശിവയോഗിയല്ല, അദ്ദേഹം വിഷ്ണു എന്ന് പറയാം. വിഷ്ണുവിനെയാണ് പരമദൈവമായിട്ട് കരുതുന്നത്. ഭാഗവതമാണ് അദ്ദേഹത്തിൻ്റെ ദൈവം. നാട് നീളെ ഭാഗവത സപ്താഹത്തിന് പോവുകയും ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളം ഭാഗവത സപ്താഹം നടത്തുകയും അങ്ങനെ ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതായത് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്ത ഒരാചാര്യൻ. അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം എന്നെ സംസ്കൃതം പഠിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊത്ത് 30ഓളം വർഷം ജോലി ചെയ്യാനും എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ പാലേലി നാരായണൻ നമ്പൂതിരി സാറാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ക്യാൻസർ വന്ന് ഇന്ന് ഈ ലോകവാസം വെടിയുകയായിരുന്നു. ക്യാൻസർ വന്ന് രോഗബാധിതനായി കിടക്കുമ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞത് അത്ഭുതകരമായ ചില കാര്യങ്ങളാണ്. ശരിക്കും ആത്മീയ രംഗത്തെ ഒരു വിപ്ലവകാരിയായിരുന്നു പ്രൊഫസർ പാലേലി നാരായണൻ നമ്പൂതിരി സാറ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ബന്ധുക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുകൊടുക്കണം. ഇത് കേട്ട ഒരു ബന്ധു ചോദിച്ചു, അപ്പോൾ എങ്ങനെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് ചമത വച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ചമത കൊണ്ട് ഈ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുക. അത്രയ്ക്ക് വലിയ ഒരു സാമൂഹിക അല്ലെങ്കിൽ ആത്മീയ വിപ്ലവകാരിയായിരുന്നു പ്രൊഫസർ പാലേലി നാരായണൻ നമ്പൂതിരി സാർ. അദ്ദേഹത്തിൻ്റെ കൂടെ 30 കൊല്ലം എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായി ഭവിച്ചു. ഭാഗവതത്തെക്കുറിച്ചിട്ട് കൂടുതലറിയാൻ അദ്ദേഹത്തിൻ്റെ ഭാഗവത യജ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പലപ്പോഴും സന്നിഹിതനാകാറുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹമില്ല. ആ മഹാജ്ഞാനിയുടെ, ആ മഹാസ്ഥിതപ്രജ്ഞനെ, ആ മഹാജ്ഞാനസ്വരൂപൻ്റെ തിരുമുമ്പിൽ എൻ്റെ ഈ ഗുരൂപസമർപ്പണം സമർപ്പിക്കുന്നു. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.